അലൈക്കും. ഏറ്റവും സ്നേഹം നിറഞ്ഞ 2ാം ക്ലാസ്സിലെ കുഞ്ഞു മക്കളെ, നിങ്ങളുടെ ഖുർആൻ്റെയും ഹിഫ്ളിൻ്റെയും പരീക്ഷയ്ക്ക് എങ്ങനെയാണ് മാർക്ക് കിട്ടുക, എന്ത് ചെയ്താലാണ് മാർക്ക് കിട്ടുക, നമുക്ക് നോക്കി പഠിച്ചാലോ. നമുക്ക് 2 വർഷത്തെ ഖുർആൻ്റെയും ഹിഫ്ളിൻ്റെയും പേപ്പർ വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. ഇതിലുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ഓതാൻ വരിക എന്ന് ഞാൻ പറയണില്ല. സാധാരണ അങ്ങനെ ഒരു ഉറപ്പ് ഞാൻ പറയലുണ്ട്, ഇതിൽ ഞാൻ പറയില്ല. കാരണം ഖുർആൻ എവിടെ നിങ്ങൾക്ക് ഓതിപ്പിക്കാം, പക്ഷേ എല്ലായിടത്തും ഒരേ നിയമമാണ്. അതുകൊണ്ട് നമ്മൾ ഇത് ഓതി പഠിച്ചാലും നമുക്ക് പേപ്പറിൽ നാളെ വേറെ ആണെങ്കിലും അതും നമുക്ക് സൂപ്പറായി ഓതാൻ കഴിയും. അതൊരു സൗകര്യമാണ്. ആ വഴി ഉറപ്പ് ഞാൻ തരും കേട്ടോ. എന്നാൽ നമുക്ക് സൂപ്പറായിട്ട് ഇതിലുള്ളത് കൃത്യമായി ഓതി പഠിച്ച് എങ്ങനെ ഓതിയാൽ മാർക്ക് കിട്ടുമെന്ന് നോക്കാം അല്ലേ. നമുക്ക് ഈ ഒരു വർഷത്തെ പേപ്പറിൽ ഖുർആനിൽ എന്താ ഉള്ളത്, കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തു നബയിലെ 38, 39, 40 ആയത്തുകൾ മുഴുവനും ഓരോ കുട്ടിയെ കൊണ്ടും മുസാഫിൽ നോക്കി ഓദിക്കാനാണ്. ഇനി അതിന് എങ്ങനെയാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക? നിങ്ങൾ കൃത്യമായി ഓരോ അക്ഷരവും മഖ്റജിൽ നിന്ന് വളരെ സൂപ്പറായിട്ട് ഓതിയാൽ 25 മാർക്ക് കിട്ടും. നിങ്ങൾ തപ്പിത്തടയാതെ നിർത്താതെ ഒരേ ലെവലിൽ ഓതിപ്പോയാൽ, അഥവാ തുടങ്ങേണ്ട പോലെ തുടങ്ങി നിർത്തേണ്ട പോലെ നിർത്തി ഓതിയാൽ 25 മാർക്ക് അതിനും കിട്ടും. അഥവാ ഒരു വാക്കിൻ്റെ ഇടയിൽ തന്നെ നിർത്തി പിന്നെ ബാക്കിൽ നിന്ന് എടുത്ത് ഓതി, അങ്ങനെ ആകുമ്പോൾ മാർക്ക് പോകും കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നബത്തെ ഈ 38, 39, 40 ആയത്ത് നമുക്ക് ആദ്യം ഓതി നോക്കാം. അത് എങ്ങനെ സൂപ്പറായി ഓതാന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരട്ടോ നിങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹിഫ്ളും 2ാമത്തെ പേപ്പറും നോക്കാം കേട്ടോ. മക്കളെ, നമ്മുടെ 1ാമത്തെ വരീൻ്റെ അവസാന ഭാഗത്ത് വട്ടത്തിൽ 37 ഇട്ടത് നിങ്ങൾ കണ്ടില്ലേ? 3, 7 അറബിയിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. നമുക്ക് അവിടെ മുതലാണ് ഓതാനുള്ളത്. 37 എന്ന് ഇട്ട സ്ഥലം ഉണ്ടല്ലോ, അവിടെ 37ാമത്തെ ആയത്ത് അവസാനിക്കുകയാണ്. അതിന് ശേഷം 38ാമത്തെ ആയത്ത് നമുക്ക് ഓതാനുള്ള ആയത്ത് തുടങ്ങുകയാണ്. നമുക്ക് അവിടെ മുതൽ ഓതാം. ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഖുർആനിലെ നിയമങ്ങളൊന്നും പഠിപ്പിച്ചു തരുന്നില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് അക്ഷരങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പറയുക, അതോടൊപ്പം തന്നെ തപ്പിത്തടവില്ലാതെ സ്റ്റെക്കില്ലാതെ നിങ്ങൾ ഓതുക. അതാണ് നിങ്ങൾക്ക് പരിശീലിപ്പിച്ച് തരുന്നത്. അങ്ങനെ ഓതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. എന്നാൽ മക്കൾ ഒപ്പം ഓതിക്കോളട്ടോ, ഞാൻ സാവധാനം ഓതി തരാം കേട്ടോ. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു صفا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا لا يتكلمون إلا من أذن له. നമുക്ക് അവിടെ വരെ കിട്ടുന്നുണ്ടാവുള്ളൂ അല്ലേ ശ്വാസം. إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا ذلك اليوم الحق ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا فمن شاء اتخذ إلى ربه مآبا إنا
أنذرناكم عذابا قريبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا മക്കളെ, ഇതിങ്ങനെയൊന്നുമില്ല കേട്ടോ. പഠിപ്പിക്കൽ വളരെ സാവധാനം ഓരോ അക്ഷരം വെച്ച് പഠിപ്പിക്കണം. പക്ഷെ നമുക്കിപ്പോൾ പരീക്ഷൻ്റെ തലേ ദിവസമാണല്ലോ. അപ്പം നിങ്ങളിത് ആവർത്തിച്ച് കേട്ടാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അക്ഷരങ്ങൾ കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഈ ഓതി തന്നതുപോലെ തപ്പിത്തടവില്ലാതെ ഓതുക. എന്നാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്കേ ഈ പേപ്പറിൽ വന്നിട്ടുള്ള ഹിഫ്ള് നോക്കിയിട്ട് സൂപ്പറായിട്ട് പഠിക്കാം. നമുക്ക് ഒന്നാമതായിട്ട് എന്താ ചെയ്യാനുള്ളതെന്നോ, സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇത് മുതൽ അവസാനം വരെ നമുക്ക് കാണാതെ ഓതാനാണ്. നമുക്ക് അതൊന്ന് സൂപ്പറായി നോക്കിയാലോ അല്ലേ? നമ്മളെ അതിലെ ഓരോ ഷദ്ദുകളടക്കം ഒരു ഫത്ഹ് അടക്കം സൂപ്പറായിട്ട് ഓതണം. അല്ലെങ്കിൽ നമ്മളിനി വലുതായിട്ട് സൂപ്പറായിട്ട് നിസ്കരിക്കണ്ടേ? അപ്പോൾ ഒരു ഷദ്ദ് പോയാൽ നമ്മുടെ ഫാത്തിഹ അള്ളാഹു സ്വീകരിക്കൂല. അപ്പം നമുക്ക് പരലോകത്തുനിന്ന് സ്വർഗം കിട്ടൂല. അപ്പോൾ നമുക്ക് സൂപ്പറായി ഒന്ന് കണ്ട് ഓതി നോക്കിയാലോ? നിങ്ങൾ റെഡിയല്ലേ? ഒപ്പം ഓതി കൊണ്ടിട്ടോ. അത് നിങ്ങൾക്ക് കാണാതെ നാളെ ഉസ്താദിന് ഓതി കൊടുക്കാനുള്ളതാണ് പരീക്ഷയ്ക്ക്. നമുക്കിവിടെ ഫാത്തിഹയിലെ 5ാമത്തെ ആയത്ത് മുതലാണ് സൂപ്പറായിട്ട് കാണാതെ ഓതി കൊടുക്കേണ്ടത് അല്ലേ? നിങ്ങൾ അവിടെ 4 എന്നിട്ടത് കണ്ടോ? അഥവാ തുടക്കത്തിൽ തന്നെ കേട്ടോ. അതിന് ശേഷമുള്ളതാണ് നമുക്ക് കാണാതെ ഓതി കൊടുക്കേണ്ടത്. നമുക്ക് അതിന്ന് സൂപ്പറായിട്ട് നോക്കി ഓതി നോക്കാം. നിങ്ങൾ ഒപ്പം ഓതിക്കോളി കേട്ടോ. ആദ്യം നമുക്ക് ഔദും ബിസ്മി ഒന്ന് ചെല്ലാം. അത് നിങ്ങൾ ചൊല്ലിക്കോളി. ഞാനിതിൽ വീണ്ടും ചൊല്ലിയാൽ വീണ്ടും ടൈം ഇങ്ങനെ ഏറിപ്പോവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് ചൊല്ലിയിരിക്കണ്. ഇനി നമുക്ക് നോക്കാം കേട്ടോ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين صراط الذين أنعمت عليهم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇതിലേറെ സൂപ്പറായി അക്ഷരങ്ങളൊക്കെ വെളിവാക്കി തപ്പിത്തടച്ചിലില്ലാതെ ഇതേപോലെ ഒരു ഒഴുക്കിൽ ഇങ്ങനെ ഓതി കൊടുത്ത ഉസ്താദ് 50 മാർക്കിനൊക്കെ തരും കേട്ടോ. ഇനി നമുക്ക് ഹിഫ്ളിൽ രണ്ടാമത് എന്താ ചൊല്ലി കൊടുക്കാനുള്ളത്? ഷഹാദത്ത് കലിമ 2 ഉസ്താദിന് സൂപ്പറായിട്ട് ചൊല്ലി കൊടുക്കണം. അതിന് എത്ര മാർക്കുണ്ടെന്നോ? 20 മാർക്കുണ്ട്. അല്ലാതെ നമ്മൾ ഖുർആന് മാത്രം ഹിഫ്ള് ഓതിയാൽ
50 മാർക്ക് കിട്ടൂല കേട്ടോ. ഷഹാദത്ത് കരീമ നമുക്ക് സൂപ്പറായിട്ട് ചൊല്ലി പഠിച്ചാലോ അല്ലേ? നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് ചൊല്ലിയാലോ? നിങ്ങൾ ആ കറുപ്പ് എഴുത്തില്ലേ, കറുത്ത കളറിലുള്ള എഴുത്ത് അവിടെ വിരൽ വെച്ചോളി കേട്ടോ. എന്നിട്ട് കൂടെ ചൊല്ലിക്കോളി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അപ്പോൾ നമ്മൾ രണ്ടും ചൊല്ല്. ഒന്നാമത് എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ അതിൻ്റെ അർത്ഥം? തീർച്ചയായിട്ടും അല്ലാഹുവല്ലാതെ, ആ പച്ച എഴുത്ത് നോക്കിക്കോളിട്ടോ, അവിടെ വിരൽ വെച്ചോളിയേ. തീർച്ചയായിട്ടും അല്ലാഹുവല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു വ്യക്തമാക്കി പറയുന്നു. അല്ലേ? നമ്മുടെ ആരാധനക്ക് അർഹനായിട്ട് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഇത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു പറയാം. നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും ഖുർആൻ ഓതുന്നതും ദാനധർമ്മം ചെയ്യുന്നതും ഒക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? ഇനി രണ്ടാമത് എന്താ? വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എന്താണ്? തീർച്ചയായിട്ടും, പച്ചയത്ത് നോക്കിക്കോളിട്ടോ, അവിടെ വിരൽ വെച്ചോളി. തീർച്ചയായിട്ടും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു. അല്ലേ? നമ്മുടെ മുത്തുനബി അള്ളാഹുവിൻ്റെ റസൂലാണ്. നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു തരാൻ വേണ്ടി, ഇസ്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച ദൂതനാണ് എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു പറയുന്നു എന്നാണ് പറയണത് കേട്ടോ. വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ള. നമുക്ക് രണ്ടൊന്ന് കൂട്ടി പറഞ്ഞാൽ ഒപ്പം പറഞ്ഞു കേൾക്കോട്ടോ മക്കളെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഒന്നുകൂടി നോക്കിക്കോട്ടോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നിങ്ങൾക്ക് ശ്വാസം കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാവധാനം നിങ്ങളെ സൗകര്യത്തിന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വർഷത്തെ പേപ്പർ സൂപ്പറായിട്ട് നോക്കി. നിങ്ങളിത് ക്ലിയറായിട്ട് പഠിക്കണമെങ്കിൽ ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു കൊല്ലത്തെ പേപ്പറും കൂടി നമുക്ക് സൂപ്പറായിട്ട് നോക്കട്ടോ. നമുക്ക് മറ്റൊരു വർഷത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് ഖുർആനായിട്ട് ഓതാനുള്ളത് നമ്മുടെ സൂറത്തു ത്വാരിഖിലെ ആദ്യത്തെ 7 ആയത്താണ് അല്ലേ? അതിലെ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് മഖ്റജ് തന്നെ നിങ്ങൾ ഓതി, തപ്പിത്തടയാതെ ഓതിയാൽ തന്നെ എത്ര കിട്ടും? 50 മാർക്ക് കിട്ടും. നമുക്ക് ഓതിയാലോ? ഒപ്പം ഓതിയാലോ കേട്ടോ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء والطارق وما أدراك ما الطارق والسماء والطارق وما أدراك ما الطارق النجم الثاقب النجم الثاقب إن كل نفس لما عليها حافظ إن كل نفس لما إن كل نفس لما إن كل نفس لما عليها حافظ فلينظر الإنسان مما خلق فلينظر الإنسان مما خلق
فلينظر الإنسان مما خلق خلق من ماء دافق خلق من ماء دافق خلق من ماء دافق يخرج من بين الصلب والترائب يخرج من بين الصلب والترائب يخرج من بين الصلب والترائب. നമ്മളിപ്പോൾ 7 ആയത്തും സാവധാനം ഓതി. നമ്മൾ പരീക്ഷയ്ക്കുള്ളൊരു തയ്യാറെടുപ്പാണ്, അല്ലാതെ ഖുർആൻ കൃത്യമായിട്ട് പഠിക്കല്ല. ഇത് ഓരോ അക്ഷരവും സാവധാനം വെച്ച് ക്ലാസ്സിൽ നിന്ന് 5-6 മാസം എടുത്ത് പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഓതിയാലാണ് മാർക്ക് കിട്ടുക. ആ ഒരു ഓത്താണ് നമ്മൾ ഓതിയത്, അങ്ങനെ തന്നെ നിങ്ങൾ ഉസ്താദിനെ ഓതി കൊടുക്കണം. അപ്പോൾ ഇത് ആവർത്തിച്ച് ഇങ്ങനെ കേട്ട് ഒപ്പം ഓതി നോക്കിക്കോളട്ടോ. ഒരു 4-5 വട്ടമെങ്കിലും ഇത് ബാക്കൊക്കെ അടിക്കുക, വീഡിയോ ബാക്കൊക്കെ അടിക്കുക, ഓത്ത് കേൾക്കുക, പിന്നെ എന്നിട്ട് ബാക്കി കേട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഹിഫ്ളാണ് ഉള്ളത് അല്ലേ. അവിടെ നമുക്ക് ഒന്നാമതായിട്ട് എന്താ ചെല്ലാനുള്ളതെന്നോ, സൂറത്തുൻ നസർ നമുക്ക് ഫുള്ളായിട്ട് ഉസ്താദിന് ചൊല്ലി കൊടുക്കണം. 30 മാർക്ക് അതിനുണ്ട് കേട്ടോ. 30 മാർക്കാണ്, 50 മാർക്കല്ല കേട്ടോ. നമുക്ക് വേറെ ചെല്ലാണ്ട് നമുക്ക് എന്നാൽ സൂറത്തുൻ നസർ ഒന്ന് ഒപ്പം ഓതിയാലോ കേട്ടോ. അതേപോലെ നിങ്ങൾ കാണാതെ ഓതി കൊടുക്കണം കേട്ടോ. ഉസ്താദ് അഊദും ബിസ്മിയൊക്കെ മനസ്സിൽ ഓതിയിരിക്കണ്. അഊദും ബിസ്മി ഓതുന്ന രീതി ഉസ്താദ് നേരത്തെ കാണിച്ച് തന്നല്ലോ കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ടെന്ന് വെച്ചിട്ടാണ്. നിങ്ങൾ അഊദും ബിസ്മിയൊക്കെ ഓതിയോളി കേട്ടോ. إذا جاء نصر الله والفتح. നിങ്ങൾ ഒപ്പം ഓതില്ലേ, ഒപ്പം ഓതിക്കോളി കേട്ടോ. إذا جاء نصر الله والفتح إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا ورأيت الناس يدخلون في دين الله أفواجا ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره فسبح بحمد ربك واستغفره إنه كان توابا فسبح بحمد ربك واستغفره إنه كان توابا واستغفره إنه كان توابا. അങ്ങനെ നമ്മൾ ഈ പേപ്പറിൽ ഹിഫ്ളിൽ സൂറത്ത് ഓതാലതും ഓതില്ലേ. നിങ്ങളൊപ്പം വിരൽ വെച്ച് ഓതി ഉണ്ടായിരുന്നില്ലേ. ഇത് ഓരോ വാക്ക് വെച്ച് ചില കുട്ടികൾക്ക് ഇപ്പോൾ പഠിയുള്ളൂ. പക്ഷെ അതിന് നമുക്ക് അതിമാത്രം സമയമില്ലല്ലോ. പരീക്ഷൻ്റെ തയ്യാറെടുപ്പാണല്ലോ, ക്ലാസ് അല്ലല്ലോ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഓതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സ്ഥാനത്ത് ഫുൾ മാർക്ക് കിട്ടും. പക്ഷെ നിങ്ങളിങ്ങനെ ഓതണം. പക്ഷെ ചില മക്കൾക്ക് ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കിട്ടിക്കോണമെന്നുണ്ടാവില്ല. ഓരോ മക്കൾക്ക് ഓരോ ബുദ്ധിയല്ലേ. പക്ഷെ നമുക്ക് പരീക്ഷൻ്റെ തലേന്നുള്ള പഠനമാകുമ്പോൾ നമുക്ക് ഇങ്ങനെ നിർവാഹമുള്ളല്ലോ അല്ലേ. കാരണം ഇതിലേറെ ലെങ്ത്ത് കൂടിയാൽ ചില മക്കൾ കമൻറ്റിൽ പറയുന്നുണ്ട് ലെങ്ത്ത് കുറച്ച് കുറക്കണം എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് പഠിക്കണോലും കൂടി പരിഗണിച്ചിട്ടാണ് പറ്റ സാവധാനമല്ല എന്നാൽ പറ്റ സ്പീഡിലും അല്ല അങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടോ.
ഇനി നമുക്ക് രണ്ടാമതായിട്ട് എന്താ ചൊല്ലിക്കൊടുക്കാനുള്ളത്? 2 സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ ചൊല്ലേണ്ടത് അല്ലേ? നമ്മൾ നിസ്കാരത്തിൽ ഓരോ റക്അത്തിലും 2 സുജൂദ് ചെയ്യുമല്ലോ. ആ സുജൂദിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ഇരിക്കൂലേ? ആ ഇരുത്തത്തിൽ നമുക്ക് ചെല്ലാനുള്ളത് അറിയില്ലേ? നമുക്കത് കൂട്ടായിട്ട് ഒപ്പം ചെല്ലട്ടോ. അതിന് 20 മാർക്കുണ്ട്. നമുക്കത് ചെല്ലിയാലോ? സൂപ്പറായിട്ട് ചെല്ലിയാലോ ഉസ്താദ് 20 തരുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ 15ഉം 14 ഒക്കെ ആക്കിയെന്ന് വരും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട, ഉസ്താദ് കാണിച്ചു തരാം. നമുക്ക് ചൊല്ലല്ലേ? നിങ്ങൾ ഒപ്പം ചൊല്ലണം കേട്ടോ. റബ്ബി ഗഫിർലി, റബ്ബി ഗഫിർലി, റബ്ബി ഗഫിർലി. ഫിർ എന്ന് പറയണ്ട, റായിന് മുമ്പ് കസ്റായതുകൊണ്ട് ഫിര് ര് എന്നാട്ടോ പറയാം. ര്. റബ്ബി ഗഫിർലി വർഹംനി, വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഒന്നുകൂടി ചൊല്ലിയാലോ? റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. എന്താണ് നമ്മളാ ചൊല്ലണതെന്നോ? റബ്ബി ഗഫിർലി, പടച്ചോനെ എൻ്റെ തെറ്റുകളൊക്കെ പുറത്തു തരണേ, എനിക്കൊരുപാട് തെറ്റ് പറ്റിയനൊക്കെ പുറത്തു തരണം കേട്ടോ. വർഹംനി, എന്നോട് നീ കരുണ കാണിക്കണം, എനിക്ക് അതിന് മാത്രം നന്മയൊന്നുമില്ല, നിൻ്റെ കരുണ കൊണ്ട് എനിക്ക് സ്വർഗം തരണേ, നിൻ്റെ കരുണ കൊണ്ട് എനിക്ക് നാളത്തെ പരീക്ഷയിൽ ഫുൾ മാർക്ക് തരണേ. ഇതൊക്കെയാണ് നമ്മളാ പറയണത് കേട്ടോ. വജ്ബുർനി, എൻ്റെ കാര്യങ്ങളൊക്കെ നീ പരിഹരിച്ച് തരണേ, എന്നെക്കൊണ്ട് ഒന്നിനും കഴിയൂല, ഒക്കെ നീ നൽകിയ കഴിവ് കൊണ്ടാണ്, എൻ്റെ കാര്യങ്ങളൊക്കെ നീ പരിഹരിച്ച് തരണം. വർഫഅനി, എന്നെ നീ ഉയർത്തണേ, എല്ലാ നല്ല കാര്യങ്ങളിലും ഉന്നത സ്ഥാനം, ഉയർന്ന സ്ഥാനം എനിക്ക് തരണേ, ഫുൾ മാർക്ക് എനിക്ക് തരണേ, 1ാം സ്ഥാനം എനിക്ക് തരണേ, എല്ലാം കൊണ്ടും എന്നെ ഉയർത്തണേ എന്നാണ് നമ്മളാ പറയണത് കേട്ടോ. പിന്നെന്താ? വർസുഖ്നി, എനിക്ക് വേണ്ടതെല്ലാം നീ നൽകണേ, പ്രത്യേകിച്ച് നല്ല സൂപ്പർ ഭക്ഷണം നൽകണേ എന്നാണ് നമ്മൾ പറയണത്. വഹ്ദിനി, എന്നെ നീ സന്മാർഗത്തിലാക്കണേ, എന്നെ നീ നല്ല കുട്ടിയാക്കണം കേട്ടോ പഠിച്ചോനെ എന്നാണ് നമ്മൾ പറയണത് കേട്ടോ. വആഫിനി, എനിക്ക് നീ ആരോഗ്യത്തോടെയുള്ള ആത്മാഭിമാനത്തോടു കൂടെയുള്ള ആയുസ് നൽകണേ എന്നാണ് നമ്മൾ അള്ളാഹിനോട് പറയണത്. അപ്പോൾ നമുക്കത് ശ്രദ്ധിച്ച് ചൊല്ലി അല്ലേ? ശ്രദ്ധിച്ച് ചൊല്ലി അള്ളാഹു മുമ്പിലുണ്ട് എന്ന ചിന്തയോടുകൂടി നമുക്ക് നിസ്കാരത്തിൽ ചെല്ലണ്ടേ? അപ്പോൾ നമുക്കതിൻ്റെ അർത്ഥവും കിട്ടണം, ശരിക്കും ചെല്ലാനും കിട്ടണം കേട്ടോ. നിങ്ങളൊന്ന് ആവർത്തിച്ച് കേട്ട് പഠിച്ചോളൂ കേട്ടോ മക്കളെ. ഇപ്പം നമ്മൾ 2 പേപ്പറും സൂപ്പറായി ചർച്ച ചെയ്തു. നിങ്ങൾ ആവർത്തിച്ച് കേട്ട് പഠിച്ചോളൂ കേട്ടോ. നിങ്ങൾ ചെറിയ മക്കളായതുകൊണ്ടേ പല കുട്ടികൾക്കും ചിലപ്പോൾ ഇതിലാറ് സാവധാനം ഓരോ അക്ഷരം വെച്ച് പഠിപ്പിച്ചാലേ പഠിയുള്ളൂ, എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇത്ര സമയമുള്ളല്ലോ. പിന്നെ നിങ്ങൾ വേറെ അതിനായിട്ട് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, അല്ലെങ്കിൽ സംശയമുള്ളത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇതായിക്കോട്ടെ. അള്ളാഹു നമ്മുടെ ഇത് കാരണമായിട്ട് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.